അന്ന, നമ്മളിപ്പോൾ സിനിമയുടെ വിശേഷങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ പേഴ്സണലി ഞാൻ ചോദിക്കുകയാണെങ്കിൽ യാത്രകളൊക്കെ ഒരുപാട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇടയ്ക്ക് നമ്മൾ ഇൻസ്റ്റയിൽ കാണുമ്പോൾ കുറേ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊക്കെ പറഞ്ഞ യാത്രകൾ ചെയ്യുന്ന എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ ടൈം കിട്ടുമ്പോൾ ഇറങ്ങാറുണ്ട്. ഈ അടുത്തിടെ നേപ്പാളിൽ പോകുന്നൊരു അവസരം കിട്ടിയിട്ട് പോകാൻ പറ്റിയില്ല, അങ്ങനെ ഒരു കഥ കേട്ടല്ലോ. ആക്ച്വലി ബിബിൻ ചേട്ടനായിട്ടുള്ള മൂവി ആയിരുന്നു. തിരുമാലി മൂവി. അപ്പൊ ആ മൂവി എന്നോട് കഥ പറഞ്ഞു വന്നത് തന്നെ ഫസ്റ്റ് നേപ്പാളിലെ സീനും അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് വെട്ടിമാറ്റി ഇവിടെ നാട്ടിലാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടമായി. എന്നുവെച്ചാൽ അത് ആ റോള് മാറ്റിയത് തന്നെ അവിടെ ചെന്നാൽ എങ്ങനെയാ, അവർക്ക് റൂമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവരെവിടെയാണ് അങ്ങനെ ഹിമാലയത്തിന്റെ താഴെയൊക്കെയാണ് ഷൂട്ട്. മനസ്സിലായി. അപ്പൊ എങ്ങനെയായിരിക്കും അവർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നേപ്പാളിലെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് നാട്ടിലെ ഷൂട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ബിബിൻ ചേട്ടനുണ്ടായി, ജോണി ചേട്ടനൊക്കെ ഉണ്ടായി. അപ്പൊ എല്ലാവരോടും വന്ന് ഇരിക്കുന്ന സമയത്ത് നിങ്ങളെന്നെ കൊണ്ടുപോയില്ലല്ലോ നേപ്പാളിൽ പറഞ്ഞു തുടങ്ങിയില്ല. അവരവരുടെ കഥകൾ ഇങ്ങനെ ഭയങ്കര ഒരു സമയത്ത് റോഡ് ബ്ലോക്ക് ആയിട്ട് എത്ര 12 hours എങ്ങാണ്ടും കാറിൽ തന്നെ വെയിറ്റ് ചെയ്തു. വീട്ടിൽ പോണം എന്ന് പറഞ്ഞ് കരഞ്ഞു എന്ന് പറഞ്ഞ് കേട്ട് കുറച്ച് പേര് അവിടെ ഇരുന്നിട്ട് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫുഡ്. പൊട്ടറ്റോ കൊണ്ട് ഇതിങ്ങനെ നമ്മൾ ഉപദ്രവിക്കാമോ എന്നൊക്കെ അവര് ഭയങ്കരമായിട്ട് അത് സന്തോഷം തോന്നിയില്ല. എന്നാലും എനിക്കും എക്സ്പ്ലോർ ചെയ്യണമെന്ന് തന്നെയായിരുന്നു. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും പോവാം. അതെ, ഈ തിരുമാലിയുടെ ലൊക്കേഷനിലെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് ബിബിന്റെ കൂടെ അഭിനയിച്ചു, വേറൊരു സിനിമയിൽ വിഷ്ണുവിന്റെ കൂടെ അഭിനയിച്ചു അല്ലേ? സോ ഈ രണ്ട് സുഹൃത്തുക്കളെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ എന്താ പറയാനുള്ളത്? രണ്ടുപേരും എക്സ്ട്രീംലി ടാലന്റഡ് ആണ്. രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യാൻ രണ്ടുപേരും ഭയങ്കര ജോവിയലാണ്. എപ്പോഴും ഇങ്ങനെ തമാശകള് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും അവര് മൂഡ് ഓഫ് ആയിട്ടിരിക്കും. വിഷ്ണു ചേട്ടന്റെ രണ്ടിലും വിഷ്ണുചേട്ടനും ഓട്ടോ ഡ്രൈവർ ആയിട്ടാണ്. അതെ അതെ, ഫുൾ ടൈം അവിടെ എന്തെങ്കിലും ഒരു കോമഡി പറഞ്ഞ് അവിടെ ഫുൾ ടൈം വൈബായിരിക്കും, ഓണായിരിക്കും വർക്ക് ചെയ്യാൻ. ബിബിൻ ചേട്ടനായാലും, ബിബിൻ ചേട്ടനോട് എനിക്ക് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 6 or 5 days ഉണ്ടായിരുന്നുള്ളൂ ആ ഷൂട്ട്. പക്ഷെ അതില് അപ്പൊ ഇന്നസെന്റ് ചേട്ടനുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. അപ്പൊ ഞങ്ങളുടെ കോമഡിയൊക്കെ ഏറ്റെടുക്കുന്നതും അവിടെ ഇരുന്ന് ഓരോന്ന് പൊട്ടിക്കുന്നതും ഇന്നസെന്റ് ചേട്ടനാണ്. ഇന്നസെന്റ് ചേട്ടൻ സീരിയസ് ആയിട്ട് ഇരുന്ന് കാര്യം പറയും, പക്ഷെ അത് കോമഡിയാണ്. അത് ചിരിക്കാൻ ഇന്നസെന്റ് അവിടെ തന്നെ നിന്നത് ഇന്നസെന്റ് ആയിട്ട് തമാശ പറഞ്ഞങ്ങ് പോകും. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. മൂവി രണ്ടുപേരുടെ ലൊക്കേഷൻ ഫണ്ട് നല്ല രസമുണ്ടായിരുന്നു. അതെ, എന്തായാലും നമ്മളിപ്പം ഇന്നസെന്റ് അങ്കിളിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ വിഷ്ണു, ബിബിൻ, അങ്ങനെ കുറച്ച് ഓർമ്മകൾ ഷെയർ ചെയ്തു. അപ്പൊ ഇനി ഞാനൊരു സെഗ്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. അപ്പൊ കുറച്ച് മുഖങ്ങൾ ഞാൻ LED കാണിച്ചു തരും. അപ്പൊ അവരെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യം എന്താണോ ഒരു ഓർമ്മ ഷെയർ ചെയ്യണം. റെഡി? ഓക്കെ. യെസ്, ആദ്യത്തെ മുഖം ആരാണെന്ന് നോക്കാം. യെസ്, വൈശാഖേട്ടൻ. വൈശാഖേട്ടൻ്റെ കൂടെ ഞാൻ മധുരരാജ മമ്മൂക്കയുടെ കൂടെ ആക്ച്വലി പുലിമുരുകനാണ് ഞാൻ പറഞ്ഞില്ലേ തിയേറ്ററിൽ പോയി കണ്ട കരിയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ വൈശാഖ് സാറിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ മധുരാജയിലെ മൂവിയിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു ഇനോഗ്രേഷന് പോയപ്പോൾ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണം. അപ്പോഴാണ് വൈശാഖ് സാർ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഡ്രൈവിൽ ഞാൻ ആ കഥ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കാരണം മമ്മൂക്കിയുടെ മൂവി വൈശാഖ് സാർ എനിക്ക് എക്സൈറ്റഡ്, എനിക്ക് വെക്കണം. ഞാൻ പക്ഷേ ഇനോഗ്രേഷൻ എത്തുകയും ചെയ്യണം. ഞാൻ സ്പീക്കറിൽ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ വരെ എത്തിയത്. അവിടെ നിന്ന് എത്തിയപ്പോഴേക്കും ഞാൻ കഥ കേട്ട് ഓക്കെ പറഞ്ഞു. ഇനോഗ്രേഷനിൽ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന മൂവിയുടെ മധുരരാജ എന്നും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഇനോഗ്രേഷൻ ഇറങ്ങിയപ്പം വൈശാഖ് സാറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സാർ നമ്മളെ ഭയങ്കരമായിട്ട് സേഫ് ആക്കും. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മമ്മൂക്കിയായിട്ട് അഭിനയിക്കാൻ. ഞാൻ അപ്പോൾ വൈശാഖ് സാറിനോട് പറയുകയും ചെയ്തു, സാർ ഞാൻ ഭയങ്കര ചിലപ്പോൾ ഇതാവും. ഇല്ല, റിലാക്സ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അപ്പോഴും മമ്മൂക്കയുടെ സീനിലും ഞാൻ റിലാക്സ്ഡ് ആയിരുന്നില്ല. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. എന്താന്ന് എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആക്ഷൻ കാണുമ്പോൾ കൂൾ എന്ന് പറയുന്ന പോലത്തെ ഒരു ആക്ഷനാണ് ഇപ്പോഴും അദ്ദേഹം. അപ്പൊ എന്തായാലും ആ ഒരു വിശേഷം നമ്മൾ കേട്ടു. ഇനി അടുത്ത ഓർമ്മയുണ്ട് മുഖം ആരാ നോക്കാം. ചെമ്പൻ ചേട്ടൻ. ചെമ്പൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് അങ്കമാലി ഡയറീസിന്റെ സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു സീൻ വായിച്ചത് ലിച്ചി പെപ്പനെ പോയി കിസ് ചെയ്യുന്നു എന്നാണ് സംഭവം. ഫസ്റ്റ് മൂവി എല്ലാവരുടെ എതിർപ്പ് കൊണ്ട് മൂവിയിലേക്ക് ഞാൻ വന്നിരുന്നിട്ട് അസോസിയേറ്റ് ഡയറക്ടേഴ്സൊക്കെ ഉണ്ടായി. ഞാൻ അടുത്ത് നിന്നിട്ട് ചേട്ടാ നമ്മൾ ശരിക്കും കിസ് ചെയ്യോ? അത് ഒക്കെ ടെക്നിക്കല്ലേ, നമ്മൾ സൗണ്ട് മാത്രം കൊടുത്താൽ പോരെ? അപ്പോഴേക്കും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചെമ്പൻ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ മോളെ പറഞ്ഞേ? അല്ല ചെമ്പൻ ചേട്ടൻ നമ്മളിങ്ങനെ കിസ് ചെയ്യോ? എവിടെ കിസ് ചെയ്യാ? മുഖത്താ, മുക്കില, എന്നാലും ലിപ്സ് പറയില്ല. അപ്പൊ ചെമ്മച്ചേട്ടൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല,
നമ്മൾ മലയാള സിനിമകളൊന്നും എടുക്കില്ല, അതൊക്കെ പണ്ടല്ലേ, അങ്ങനത്തെ സീനേ ഇല്ല എന്ന് പറഞ്ഞു. ആ സീൻ എത്തിയപ്പോൾ ചെമ്മൻ ചേട്ടൻ ഷോടി വന്ന് പെപ്പര് കിസ് ചെയ്യണു. അപ്പം ഞാൻ ഓഹോ, അത്രയും നാൾ നമ്മളെ കംഫർട്ടാക്കി കൊണ്ടുവന്നിട്ട്, പക്ഷെ എൻ്റെ ഒരു ടെൻഷനും പേടിയും കാരണം ആ സീൻ കെട്ടിപ്പിടുത്തത്തിലൊക്കെ അവസാനിപ്പിച്ചു. അതെ, എന്തായാലും ചെമ്പൻ ചേട്ടൻ പറ്റിച്ച് ചേട്ടാ പക്ഷെ ഭയങ്കര കൂളാക്കി, ഇതൊന്നും ഒന്നുമല്ലടി, ഇതൊക്കെ ക്യാമറ ടെക്നിക്ക് അങ്ങനെ പറഞ്ഞു. ഇനി അടുത്തത് നോക്കാം. എൻ്റെ ഹസ്ബൻഡ് വല്ലാത്ത ചിരിയായി പോയല്ലോ അത്. രാജേട്ടനോട് സത്യം പറയും പേടി എനിക്ക്. അഭിനയൊക്കെ കഴിഞ്ഞല്ലോ. രഞ്ജിയേട്ടനും രാജുവേട്ടനും എല്ലാവരും, സച്ചിയേട്ടനും കൂടെ, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കാം. എനിക്ക് തോന്നുന്നു എല്ലാരും പറയുന്ന പോലെ ഇദ്ദേഹം ഒരു ഡെഫിനറ്റ്ലി, കാരണം സ്ക്രിപ്റ്റ് ഫുള്ള് ബൈ ഹാർട്ടാ. എൻ്റെ ഒരു വള്ളി കൂടുതൽ എൻ്റെ ഡയലോഗ് തന്നെ ഫുൾ പാരഗ്രാഫ് ഇങ്ങോട്ട് പറഞ്ഞു തന്നു, ഇത് ഇതാണ്ട് ഡയലോഗ്. ഓക്കെ പറയുമ്പോൾ എനിക്കിപ്പോഴും ഒരു പേടിയും ടെൻഷനൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ്, സന്തോഷമുണ്ടായി. അപ്പൊ ഇനി ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഡെഫിനറ്റ്ലി. ഓക്കെ, ഇനി അടുത്ത് ആരാ നോക്കാം. ഓ മണ്ടു, സ്നേഹ ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ക്രൈം പാർട്ട്ണർ എന്നൊക്കെ പറയില്ലേ, എല്ലാത്തിലും എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഫസ്റ്റ് ഉത്തരം ചോദിക്കുന്ന സ്നേഹ ചേച്ചിയുടെ അടുത്താണ്. അത് എപ്പോഴും അങ്ങനെയാണ്. ഫിലിമിനെ എല്ലാം റിലേറ്റ് ചെയ്ത പരിപാടിക്കായാലും ലൈഫിലെ ചില പേഴ്സണൽ ഇഷ്യൂസ് ആയാലും ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് സ്നേഹ ചേച്ചിയുടെ അടുത്തായിരിക്കും. ആ സ്നേഹ ചേച്ചി ആയാലും ശ്രീകുമാരേട്ടനായാലും രണ്ടുപേരും ഇവരുടെ ഫൈറ്റിലും സോൾവ് ആക്കാൻ പോണ വ്യക്തിയും ഞാനാണ്. അങ്ങനെ ഞങ്ങൾ കണക്റ്റഡ് ആണ്, ഒരു സിസ്റ്റർ ഫീൽ ആണ്. ഇനി അടുത്ത് സച്ചിയേട്ടനെ അറിയുമ്പോൾ നമുക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് സച്ചിയേട്ടൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് 2-3 പിള്ളേരായാലും രാജുവേട്ടൻ്റെ കൂടെയല്ലേ അടുത്ത മൂവി ഉണ്ട് നമുക്ക് പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിലിരുന്നപ്പോൾ എനിക്കിങ്ങനെ കോൾ വന്നു, സച്ചിയേട്ടൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, സർജറി കഴിഞ്ഞിട്ട് എന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു രാത്രിയാണ് ഞാൻ അറിയുന്നത്, 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൺഫേം പറയുന്നത്. ഒന്ന് സച്ചിയേട്ടൻ്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ വിളിക്കുമോ ആരെങ്കിലും എടുക്കും, ആരും എടുത്തില്ല. അത് അപ്പോൾ ഒന്ന് സച്ചിയേട്ടൻ പോയി കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യായിരുന്നു. എനിക്ക് ആരത് കാണുന്നുണ്ടോ റിപ്ലൈ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ എനിക്കത് ഭയങ്കര എന്തോ ഒരു, കാരണം കുറച്ച് ദിവസം ഉണ്ടായെങ്കിലും ചേട്ടന് അങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലീഷേ ഡയറക്ടർ ലുക്കൊന്നല്ല, ആ ഒരു മുണ്ടും ആ ഒരു ഒരു മുറുക്കാനൊക്കെ ചവച്ച് ഭയങ്കര ആളില്ല എന്നുള്ളൊരു അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കുറച്ച് ഭയങ്കര പ്രയാസമായി പോയി. എന്തായാലും കരിയറിൽ നല്ലൊരു സിനിമ അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റിയത് അത് തന്നെയാണ് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്.